നമസ്കാരം. പ്രധാന വാർത്തകൾ. നടിയുടെ പരാതിയിൽ അറസ്റ്റിലായ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം. ഇന്നലെ രാത്രി മുംബൈയിൽ നിന്ന് കൊച്ചിയിലെത്തിച്ച സനൽകുമാർ ശശിധരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പോലീസ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുകയായിരുന്നു. തുടർന്ന് മജിസ്ട്രേറ്റ് ജാമ്യത്തിൽ വിടുകയായിരുന്നു. സ്വന്തം ജാമ്യത്തിലാണ് സനൽകുമാർ ശശിധരനെ വിട്ടത്. ഇന്നലെ രാത്രി വൈകിയാണ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ സനൽകുമാറിനെ എത്തിച്ചത്. തുടർ നടപടികളുടെ ഭാഗമായി ഇന്ന് രാവിലെ സനൽകുമാർ ശശിധരൻ കോടതിയിൽ നേരിട്ട് ഹാജരായി. ആലുവ CJM കോടതിയിലാണ് ഹാജരായത്. നടിയെ ശല്യപ്പെടുത്തിയെന്ന പരാതിയിലാണ് പോലീസ് സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തത്. മുൻകൂർ അനുമതിയില്ലാതെ അകത്തേക്ക് പ്രവേശിക്കരുത്. കൊല്ലത്തെ പോലീസ് സ്റ്റേഷനിൽ പുതിയ നിയമം. മുൻകൂർ അനുമതിയില്ലാതെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ. കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലാണ് വിചിത്ര നിയമം നടപ്പാക്കിയിരിക്കുന്നത്. പോലീസിന്റെ സേവനം തേടിയെത്തുന്നവർ അനുമതി വാങ്ങിയ ശേഷം അകത്ത് പ്രവേശിക്കാവൂ എന്നാണ് ഈ സ്റ്റേഷനിലെ പുതിയ നിയമം. ഇക്കാര്യം വ്യക്തമാക്കി പോലീസ് സ്റ്റേഷന് മുന്നിൽ നോട്ടീസും പതിപ്പിച്ചിട്ടുണ്ട്. സേവനങ്ങൾക്കായി പോലീസ് സ്റ്റേഷനിൽ വരുന്നവർ വാച്ച് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിക്കണം. പിന്നീട് സമ്മതത്തോടുകൂടി മാത്രമേ അകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് സ്റ്റേഷനിൽ പതിച്ചിട്ടുള്ള നോട്ടീസിൽ വ്യക്തമാക്കുന്നു. സ്റ്റേഷനിലെ സ്ഥലപരിമിതി മൂലമാണ് പുതിയ നിയമം എന്നാണ് കണ്ണനല്ലൂർ പോലീസ് പറയുന്നത്. പരാതിയുമായും അല്ലാതെയും നിരവധി പേർ വരുന്നതിനാലാണ് നോട്ടീസ് പതിച്ചതെന്നും ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നു. മകളെ ഫാനിൽ കെട്ടിത്തൂക്കിയത്. കൊല്ലത്ത് ഗർഭിണി ഭർതൃഗൃഹത്തിൽ മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണം. കൊല്ലത്ത് 6 മാസം ഗർഭിണിയായ യുവതിയെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. കുളത്തൂപ്പുഴ കണ്ടൻചിറ വിഷ്ണുവിലാസത്തിൽ സംഗീതയാണ് ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 26 വയസ്സായിരുന്നു. സംഗീതയെ ഫാനിൽ കെട്ടിത്തൂക്കിയതാണെന്നും സത്യാവസ്ഥ എത്രയും വേഗം അറിയണമെന്നും അമ്മ പറഞ്ഞു. മരണം കൊലപാതകമാണെന്നാണ് സംഗീതയുടെ കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ കൊലപാതകത്തിന്റെ ഒരു ലക്ഷണങ്ങളുമില്ലെന്നും ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചെന്നും കുളത്തൂപ്പുഴ പോലീസ് അറിയിച്ചു. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ അത് സംഭവിച്ചു. സർവകാല റെക്കോർഡിട്ട് സ്വർണ്ണവില. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില 80,880 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 10,110 രൂപ നൽകണം. ഇന്നലെ 1 പവൻ സ്വർണത്തിന്റെ വില 79,480 രൂപയായിരുന്നു. കുറച്ചു ദിവസമായി 80,000-ഓടടുത്തായിരുന്നു വില. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയോട് വിപണി വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളും പ്രാദേശിക ആവശ്യകതകളിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് സ്വർണ്ണവിലയിലെ മാറ്റത്തിന് കാരണം. ആലപ്പുഴയിൽ CPI സംസ്ഥാന സമ്മേളനത്തിന് നാളെ തുടക്കം. ആലപ്പുഴയിൽ നടക്കാനിരിക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിന് മുൻ മന്ത്രിയും മുതിർന്ന CPI നേതാവുമായ KA ഇസ്മയിലിന് ക്ഷണമില്ല. തന്നോട് നേതൃത്വം കാണിച്ചത് അവഗണനയാണെന്ന് ഇസ്മയിൽ പറഞ്ഞു. എന്തുകൊണ്ട് സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നില്ലെന്ന് വ്യക്തമാക്കണം. ഇത്രകാലം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് തന്നോട് കാണിച്ചത് അനീതി. 1968 ശേഷം ഇസ്മയിൽ പങ്കെടുക്കാത്ത ആദ്യ സമ്മേളനമാണ് ആലപ്പുഴയിലേത്.